മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലെത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. സഖ്യകക്ഷി സർക്കാരാണെങ്കിലും ദേശീയതയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കടന്നുപോയ ഒരു വർഷം. വഖഫ് ഭേദഗതി നിയമം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി ശക്തമായ നീക്കങ്ങൾ NDA സർക്കാരിൽ നിന്നുണ്ടായി. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി, 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളും ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി. വാർഷികത്തോടനുബന്ധിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി ഗൗതം അനന്ത നാരായണൻ ചേരുകയാണ്. ഗൗതം, നരേന്ദ്രമോദി സർക്കാരിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ദേശീയതയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി സർക്കാർ കുതിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ദേശീയ തലത്തിലും ഉണ്ടാകുമല്ലോ. ദേവിക, 2024 ജൂൺ മാസം 9-നാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്നത്. NDAയുടെ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്നിപ്പോൾ ഒരു വർഷം തികയുകയാണ്. ഈ ഒരു വർഷം നിരവധി വലിയ പദ്ധതികളും അതോടൊപ്പം തന്നെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് മുൻപ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിരുന്ന 1ഉം 2ഉം സർക്കാരുകൾ സ്വീകരിച്ചിരുന്ന അതേ നിലപാടുകൾ തുടരുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഒരു പ്രചരണം ഈ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നത് കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് ഇല്ലാത്തതിനാൽ സഖ്യ സർക്കാരാണ്, അതിനാൽ കടുത്ത നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു പൊതു സംസാരം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരം സംസാരങ്ങൾ അവർ രൂപപ്പെടുത്തിയിരുന്നു. എന്തായാലും അത്തരം ശക്തികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദേശീയതയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വികസിത ഭാരത് എന്ന 2047 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതേ യാത്ര, ആ ജൈത്രയാത്ര മൂന്നാം നരേന്ദ്രമോദി സർക്കാരും തുടരുകയാണ്. ഇപ്പോൾ 11 വർഷമായിരിക്കുന്നു മോദി ഭരണം രാജ്യത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിരവധി വലിയ പ്രഖ്യാപനങ്ങൾ ഈ സർക്കാർ നടത്തി. വികസിത ഭാരതവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഒന്ന്, ആദായ നികുതിയുമായി ബന്ധപ്പെട്ടാണ്. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തുക എന്നൊരു വലിയ ചരിത്രപരമായ പ്രഖ്യാപനമാണ് ഈ സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. അതുകൂടാതെ തന്നെ 70 വയസ്സ് പ്രായം ആയവരെയെല്ലാം ആയുഷ്മാൻ ഭാരത് എന്ന ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ടുള്ള സൗജന്യ ചികിത്സാ പ്രഖ്യാപനം ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായി. ഇത് കൂടാതെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യാക്രമണം ശത്രു രാഷ്ട്രത്തിന് നേരെ നടത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ. ഏറ്റവും ഒടുവിൽ ചിനാബ് പാലത്തിന്റെ ഉദ്ഘാടനം നമ്മൾ കണ്ടു. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ജമ്മു കാശ്മീരിലെത്തിയ പ്രധാനമന്ത്രി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ കശ്മീർ വാലിയെ ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള റെയിൽ കണക്ടിവിറ്റിയുടെ ഉദ്ഘാടന കർമ്മവും അദ്ദേഹം നടത്തിയത്. അപ്പോൾ സംഭവബഹുലമായ ഒരു വർഷമാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ NDA സർക്കാരിന്റെ 1ാം വാർഷികമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡയുടെ പത്രസമ്മേളനം ഡൽഹിയിൽ നടക്കുന്നത്. ദേവിക, ഇന്നും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ ഗൗതം. കൂടുതൽ വികസന പദ്ധതികളുടെ കൂടി ചുവടുവയ്പ് ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ദേവിക, ഇന്ന് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് BJP അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ മാധ്യമങ്ങളെ കാണുന്നത്. 1ാം നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ മാധ്യമങ്ങളുമായി നേരിട്ട് സംസാരിക്കുക, അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അതിന് മറുപടി നൽകുക തുടങ്ങിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം ഉള്ളത്. ഇത് ഏതാണ്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുണ്ട്. 2 ദിവസങ്ങൾ കഴിഞ്ഞ് ജൂൺ 11-ാം തീയതി വൈകിട്ട് മറ്റൊരു മാധ്യമങ്ങളുമായി ഒരു വലിയ ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിമാർ ഒരുങ്ങുന്നുണ്ട്. അതായത് 11-ാം തീയതി വൈകിട്ട് ഡൽഹിയിലെ അശോക ഹോട്ടലിൽ മുഴുവൻ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരും മാധ്യമങ്ങളുമായി ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്ററാക്ഷനുകളും അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ നേട്ടങ്ങളും ജനങ്ങളോട് വിശദീകരിക്കുക എന്ന പരിപാടിക്കാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലെത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷമാണ്. സഖ്യകക്ഷി സർക്കാരാണെങ്കിലും ദേശീയതയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കടന്നുപോയ ഒരു വർഷം. വഖഫ് ഭേദഗതി നിയമം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി ശക്തമായ നീക്കങ്ങൾ NDA സർക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആദായ നികുതി പരിധി 12 ലക്ഷമായാണ് ഉയർത്തിയത്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളും ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി. വാർഷികത്തോടനുബന്ധിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. സർക്കാരിന്റെ നേട്ടങ്ങൾ ആയിരിക്കും കൂടുതലായും ഇന്ന് നദ്ദ സംസാരിക്കുക.